ആറ്റുകാൽ ചിറമുക്കിലെ വാടക വീട്ടിൽ വർക്കല സ്വദേശിനി ആരതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ഭരതന്നൂർ സ്വദേശിയായ അതുൽ ശ്രീകുമാറിനെതിരെ നാട് നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ആരതിക്ക് 27 വയസ്സായിരുന്നു. ആരതി ജീവനൊടുക്കുന്ന സമയം ഭർത്താവ് വീട് പൂട്ടി വെളിയിലിരിപ്പുണ്ടായിരുന്നു. എന്തുതരം മാനസികാവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്നും എന്തുതരം മാനസികാവസ്ഥയിലാണ് ഇവർ കൊണ്ട് എത്തിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തയായി തന്നെ മാറുന്നത്. പ്രമുഖ സ്വകാര്യ ബാങ്കിൽ മാനേജറാണെന്ന വ്യാജരേഖ ചമച്ചും വേഷം കെട്ടിയുമാണ് അതുൽ ആരതിയെ വിവാഹം കഴിച്ചതെന്ന് കുടുംബം വെളിപ്പെടുത്തി. ബാങ്കുകൾക്ക് വേണ്ടി ലോൺ കുടിശ്ശിക വരുത്തുന്ന വാഹനങ്ങൾ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്ന പണിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇയാൾക്കെന്ന് വിവാഹശേഷമാണ് പെൺകുട്ടിയുടെ കുടുംബം തിരിച്ചറിഞ്ഞത്. അതായത് CC പിടിക്കുന്ന പണി എന്ന നാട്ടിൽ തന്നെ പൊതുവെ ഒരു വാക്ക് ഉപയോഗിക്കും. അതായിരുന്നു അയാളുടെ പണി. എന്നാൽ വിവാഹത്തിന് മുൻപ് ഇത് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകുന്ന മൊഴി. ഭാര്യ മരണപ്പെട്ട് കിടക്കുമ്പോഴും ഒട്ടും കൂസലില്ലാതെ ഭാവവ്യത്യാസമില്ലാതെ നിന്ന അതുൽ ഒരു കൊടും ക്രിമിനലിൻ്റെ മാനസികാവസ്ഥയാണ് പ്രകടിപ്പിച്ചതെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. മകൾക്ക് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ആരതിയുടെ അച്ഛൻ ഗൾഫിൽ കിടന്ന് ചോര നീരാക്കി സമ്പാദിച്ചതും ഭൂമി പണയപ്പെടുത്തിയെടുത്ത 20 ലക്ഷം രൂപയും കടവും ഉപയോഗിച്ചാണ് കല്യാണം നടത്തിയത്. ആ കടം തന്നെ ഇപ്പോഴും വീട്ടുകാർ അടച്ചു തീർത്തിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. കൂടാതെ വിവാഹ സമയത്ത് നൽകിയ 50 പവൻ സ്വർണത്തിൽ ഭൂരിഭാഗവും അതിൽ വിറ്റു തുലച്ചിട്ടുണ്ട്. ബാക്കി സ്വർണം വിവിധ ഇടങ്ങളിൽ പണയം വെച്ച 10 ലക്ഷം രൂപയോളം പുതിയ കാർ വാങ്ങി ആഡംബര യാത്രകൾ നടത്തുകയായിരുന്നു ഈ ഗുണ്ട. ഒടുവിൽ ആരതിയുടെ ശരീരത്തിൽ ഒരു തരി പൊന്നുപോലും അവശേഷിപ്പിച്ചില്ല. കേവലം കെട്ടുതാലി മാത്രമാണ് മരിക്കുമ്പോൾ ആരതിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന ബാക്കി സ്വർണം. ബാക്കിയുണ്ടായിരുന്ന സ്വർണമെല്ലാം തന്നെ പണയം വയ്ക്കാൻ വിസമ്മതിച്ചതിനാലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആരതിയെ ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചത്. കാമുകിയെ മരണത്തിലേക്ക് എറിഞ്ഞ മുൻകാല ചരിത്രം അതുലിൻ്റെ ക്രൂരതയ്ക്ക് ഇരയാകുന്ന ആദ്യത്തെ പെൺകുട്ടിയല്ല ആരതി എന്നതുകൂടിയാണ് ഞെട്ടിക്കുന്ന വിവരവും. മറ്റൊരു കുടുംബം പുറത്തുവിട്ട വാർത്ത കൂടി കേൾക്കുമ്പോൾ മുൻപ് കൊല്ലം സ്വദേശിനിയായ മറ്റൊരു പെൺകുട്ടിയുമായി അതുലിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നുവെന്നും എന്നാൽ അതുലിന് സാമ്പത്തികമായി മെച്ചപ്പെട്ട മറ്റൊരാലോചന വന്നപ്പോൾ അതുൽ ആ പെൺകുട്ടിയെ ചതിച്ചതാണെന്നും ആ വീട്ടുകാർ പറയുന്നു. ഇതിൽ മനം നൊന്ത പെൺകുട്ടി ജീവനെടുക്കുകയായിരുന്നു. ഈ ആത്മഹത്യ വിവരം ഒളിപ്പിച്ചു വെച്ചാണ് ഇയാൾ ആറ്റുകാലിൽ വന്ന് വീട് വാടകയ്ക്കെടുത്ത് ആരതിയുമായി താമസം തുടങ്ങിയത്. ഈ ചതി പിന്നീട് അറിഞ്ഞതു മുതൽ ഇരുവരും തമ്മിൽ കടുത്ത വഴക്കും ഇതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായതായി തന്നെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കൊടും ഭീകരൻ തന്നെയാണ് എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു. ഇപ്പോൾ ഓരോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും അതുലിനെ അറസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോഴും യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന ഒരു ആളെയാണ് നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നത്.